ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. നമുക്ക് ചുറ്റും പല രീതിയിലുള്ള ആളുകളുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലവരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അതായത് നമ്മൾ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ അതല്ലാതെ ഒരു മോശമായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിലായി കാണാൻ ആഗ്രഹമില്ലാത്തവർ. അങ്ങനെയുള്ള ആളുകളെ, അതായത് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, നിങ്ങളെ കുറ്റം പറയുന്ന ആളുകളെ, അവർക്കിടയിൽ അവരെയൊക്കെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ ഇഗ്നോർ ചെയ്യാം. അതായത് ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ പൊതുവേ ഈഗോ ഉള്ളവരായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്, അങ്ങനെ ഉണ്ടാവുമ്പം അവർക്കതിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും. അവർക്കത് ഇഷ്ടാവില്ല. അവരെയും അതേപോലെ എല്ലാവരും കാണണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് അവരെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവരിപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് വരുമായിരിക്കാം, എന്തെങ്കിലും പറഞ്ഞ്, പൊതുവേ അങ്ങനെയാണല്ലോ, ചുമ്മാ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർ പറയുന്നതിന് അത്ര നമ്മൾ വില കൊടുക്കാതിരിക്കുക. അവർ പറയുന്നത് കേൾക്കുക, അത്ര തന്നെ. അതായത് കൂടുതലായിട്ട് അങ്ങനെയൊന്നും പറയാതെയോ എതിർത്ത് പറയാതെയോ ഇരിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരാൾക്കും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളത് ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ നിങ്ങളുടെ ഒരു അഡ്വൈസർ ആവാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് വിജയിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഫീൽഡുമായിട്ട് കൂടുതൽ അങ്ങനെ ആ ഫീൽഡിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെയുള്ളവരുണ്ടായിരിക്കുള്ളൂ നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി തരാൻ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല. സോ അങ്ങനെയുള്ള ആളുകൾ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വൈസ് തരുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ അത്രയും സക്സസ് ആയിട്ടുള്ള ആളുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മെയിൻറ്റെയിൻ ഫോക്കസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു എയിമിലായിരിക്കണം, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും. അപ്പോൾ കാരണം അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് പല രീതിയിലുള്ള ആളുകളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ട്രാക്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പല രീതിയിലുള്ള ആളുകൾക്ക് ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആളുകളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനൊന്നും പറ്റില്ല. പുറത്ത് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, അവരെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആളുകൾക്ക് അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ഏത് കാര്യത്തിലാണോ, നമ്മുടെ എയിം എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനത്തെ കുറച്ച് ആളുകളെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക, അങ്ങോട്ട് ചെന്ന് അവരുടെ പേര് വിളിച്ചൊന്ന് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തോന്നും അവർ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലായിരിക്കില്ല പെരുമാറുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ തന്നെ വിചാരിക്കും, അയ്യോ അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെ പറയുന്നതും ഒരു മോശമായ കാര്യമല്ലേ എന്ന് അവർക്ക് തോന്നും. അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇനി അവരെക്കുറിച്ച് ഇനിയിപ്പം വേറെ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ മോശമാണ് എന്നുള്ള രീതിയിലൊന്നും പറയാതെ അവർ നല്ല ആളുകളാണ്, നല്ല രീതിയിലാണ്, അങ്ങനത്തെ രീതിയിൽ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ പറയാം. സോ നിങ്ങളിങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് അതൊരു മോശമായിട്ട് തോന്നും. അവർ തിരിച്ച് നല്ല രീതിയിലല്ലല്ലോ നിങ്ങളടുത്ത് പറയുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത അവരിലുണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങ് നല്ല രീതിയിൽ മാറാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. ചിലർ നിങ്ങളുടെ വിജയത്തെ അസൂയയോടെ നോക്കി കാണുന്നവരുണ്ടായിരിക്കാം, എന്നാൽ മറ്റു ചിലർ നിങ്ങളെ ഒരു പ്രചോദനമായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കാം. സോ ഇങ്ങനെയുള്ള ഹെയ്റ്റേഴ്സ് നിങ്ങളെ തോൽപ്പിക്കാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെ അവരെയും കൂടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവർ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെ വെറുക്കുന്ന ആളുകളും നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെയും കൂടെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരിക. അതായത് അവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് എന്താണ് അതിന് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ
മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക, കൂടുതൽ പ്രതികരിക്കാതിരിക്കുക. അവർ പറയുന്ന അതേ രീതിയിൽ ഇപ്പം നമ്മളുടെ ഉള്ളിൽ ചിലപ്പം അത്രയ്ക്കും ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അങ്ങനെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്തിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. ഇനി നമ്മൾ അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ അത് പൊതുവേ അവരിലുള്ള ആ ഒരു സ്വഭാവം കൂടുതൽ വളർത്തിയെടുക്കുന്നതിന് തുല്യമായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വളരെ കാമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് പ്രതികരിക്കാതെ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം തന്നെ അവർക്കത് മനസ്സിലാവും, അവർ ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കുന്നത്. സോ അവരുടെ സ്വഭാവം വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഇന്നൊരു ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചാവില്ല നിങ്ങൾ ജീവിക്കുന്നത്. പല ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇത്രയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണ്, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ എതിർക്കാനുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ നിങ്ങളെ കുറ്റം പറയും, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങളെ എതിർത്ത ഇത്രയും ആളുകളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ നമ്മളെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ നാളെ നമ്മളെ മാറ്റി പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറുതായിട്ട് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വെറുതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹേറ്റേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.